ഇവിടെ ഒരു പഠനവും ഇല്ലാതെ, നേരത്തെ വിശദീകരിച്ച കാര്യമാണ്, ഒരു പഠനവും ഇല്ലാതെ, ഒരു ചിന്തയില്ലാതെ ജമ്പോ ആണോ ജുംബോ ആണോ എന്നുള്ളതൊന്നും അറിയാതെ ഒരു സാധനം കൊണ്ടുവരിക, അതിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നിട്ട് അതിനോട് വിയോജിപ്പ് ആരെങ്കിലും പ്രകടിപ്പിക്കുമ്പോഴേക്ക് അവരെ പിടിച്ച് പിന്നെ വിചാരണയുടെ കൂട്ടിലിരുത്തി ഇങ്ങനെ വിചാരണ ചെയ്യാം. അത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിലെ പിന്നെ ഒരു ചർച്ചയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സൂംബക്ക് എന്താ കുഴപ്പം? ഓക്കെ, സൂംബയുടെ കുഴപ്പം സാംസ്കാരികമായിട്ടുള്ള വിയോജിപ്പുകൾ പറയാം, അതേപോലെ തന്നെ മതപരമായിട്ടുള്ള വിയോജിപ്പുകൾ പറയാം, അതിനോടുള്ള അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പുകൾ പറയാം, അത് നടപ്പിലാക്കിയ രീതിയോടുള്ള വിയോജിപ്പ് പറയാം, ഇതൊന്നും പറയും. സൂംബക്ക് എന്താ കുഴപ്പം? ഇത് ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു, അതേപോലെ തന്നെ ഇന്ന് നടന്നുള്ള ചർച്ചകളുടെ ഒരു രസം എന്താ ചോദിച്ചാൽ, ശരിക്കും ഇവര് പിന്നെ നമ്മൾ പൊതുവെ പറയും, നേരത്തെ സമസ്തയുടെ പ്രസ്താവനകളിൽ, സമസ്തയുടെ പല നേതാക്കന്മാരുടെ പ്രസ്താവനകളിൽ വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഈ സുന്നി സാമി പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിന്ന് ഞാൻ മനസ്സിലാക്കുന്ന 2ഓളം ചർച്ചകളിൽ, ബാക്കി ചർച്ചകൾ ഞാൻ കണ്ടിട്ടില്ല. അത് കൃത്യമായിട്ട് ചോദിച്ചു. ഭയങ്കര കാര്യം മാതിരിയാണ് ഇവർക്ക് സൂംബയും സാമ്പയും മാറിപ്പോയി എന്ന് പറയല്. എന്നിട്ട് ഞാൻ ഇന്ന് ഇവിടെ പിന്നെ റിപ്പോർട്ടർ ചാനലിലുള്ള സ്മൃതിയോട് ചോദിച്ചു, ആയിക്കോട്ടെ ഇനിയിപ്പോ സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം? അതുപോലെ തന്നെ അരുൺകുമാറിനോട് ചോദിച്ചു, സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം? അപ്പൊ അവർ രണ്ടാളും പറഞ്ഞത് വെച്ചാൽ അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. അപ്പൊ ഇവർ കാര്യം മാതിരി പറയുന്നത് സാമ്പയാണെന്ന് വിചാരിച്ചിട്ടാണ്. സാമ്പയാണെങ്കിലും ഇവർ ഇത് തന്നെ നടപ്പിലാക്കും. ഇവരുടെ ലോകവീക്ഷണ പ്രകാരം സാമ്പയും കുഴപ്പമില്ല, സൂംബയും കുഴപ്പമില്ല, വലിയ ഡാൻസും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് കാര്യം കുഴപ്പമില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഈ കൾച്ചർ, ഈ സാമ്പയും സൂംബയും ഒന്നും കുഴപ്പമില്ല ഈ കൾച്ചർ ഉണ്ടല്ലോ, അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്, പൂർണ്ണമായി വിയോജിപ്പാണ്. അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് ഇതിപ്പോ ഇപ്പൊ സൂംബയെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇനി സാമ്പ കൊണ്ടുവരുമ്പോഴും ഇവർ ഇതേ രൂപത്തിൽ വിചാരണകൾ നടത്തും. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ ചർച്ചകളുടെ പൊതുവായ ഒരു രൂപം എന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവെ പറഞ്ഞത് ഈ സമസ്തയുടെ നേതാക്കന്മാരൊക്കെ പലപ്പോഴും പറഞ്ഞത് മതവിരുദ്ധമായ ഒരു കാര്യമാണ്, മതത്തിനെതിരായ ഗൂഢാലോചനയാണെന്ന് MSF ഒക്കെ പറഞ്ഞു. അപ്പൊ പറയാനുള്ള സംശയം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ, ഒരു സംഭവം കൊണ്ടൊന്നും അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അതിപ്പോ ഗൂഢാലോചന, മതവിരുദ്ധം എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന് നടന്ന ചർച്ചകൾ ഓരോന്നും നോക്കുക. എന്താണ് അവർ ചർച്ച ചെയ്തത്? സൂംബ ചർച്ച ചെയ്യാൻ വന്നിട്ട് അവിടെ പിന്നെ എന്താ പറയാ, ഹലാല് ഹറാമ്, ഭൂമി ഉരുണ്ടതോ പരന്നതോ, പിന്നെ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അരുൺകുമാർ എന്ന് പറയുന്ന CPM നേതാവ് ചോദിച്ച കാരണം വെച്ചാൽ, മുസ്ലിം വിശ്വാസികൾക്ക് പിന്നെ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ആ പരിഹാസത്തിലും ആ പുച്ഛത്തിലുമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടുള്ളവരുടെ പുച്ഛം അത് ശരിക്കും വെളിവാക്കുന്നതായിരുന്നു ഇന്നത്തെ ചർച്ചകൾ. ഞങ്ങൾ വെറുതെ ആരോപിക്കായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. ഇപ്പൊ സമസ്തയുടെ നേതാക്കന്മാരൊക്കെ വെറുതെ പറയാനും ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇന്നത്തെ ചർച്ചകൾ കണ്ടാൽ മനസ്സിലാവും, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും, അവരുടെ ഫിഖിയായ വിഷയങ്ങൾ, ഇതിലിപ്പോ ചർച്ച എന്താ, സൂംബ ശരിയാണോ, പരിഹാരമാണോ അല്ലേ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയത് ശരിയാണോ അല്ലേ, അത് നടപ്പിലാക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലേ, ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്യേണ്ടിരുന്നത്. അവിടെ കൊണ്ടുവന്ന ഇസ്ലാമിലെ ഫിഖിയിലെ ചർച്ചകൾ, ഫിഖിയായ മസാലകൾ, അതുപോലെ തന്നെ നിങ്ങൾ ഉരുണ്ടതാണോ പരന്നതാണോ, ഖുർആൻ പ്രകാരം അങ്ങനെയാണോ, നിങ്ങൾ പണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത്, ഇങ്ങനെ കൃത്യമായി മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ CPM നേതാക്കന്മാരടക്കം, ഔദ്യോഗികമായി അവരുടെ പ്രതിനിധി അടക്കം വന്നു എന്നുള്ളത് കൃത്യമായി ഇത് കേൾക്കുന്ന ആളുകൾ, ഞാൻ പറയുന്നത് ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇലക്ഷനൊക്കെ വരുമല്ലോ, വരുമ്പോൾ വളരെ സ്ഥിരമായിട്ട് വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഇവർ വന്നപ്പോൾ ചോദിക്കും, വോട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മതത്തിനെതിരൊന്നല്ല, ഞങ്ങൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും പരിഗണിക്കുന്ന കുറവ് വരും. അപ്പൊ തിരിച്ചു ചോദിക്കണം, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നൊരു ചോദ്യം അടുത്ത ഇലക്ഷനിൽ പുഞ്ചിരിച്ചു കൊണ്ട് വരുമ്പോഴെങ്കിലും ചോദിക്കാൻ പൊതുജനം തയ്യാറാണെന്നതാണ്. കാരണം ഇവരുടെയൊക്കെ വളരെ സ്ഥിരയിട്ടുകൊണ്ട് വളരെ വലിയ സൗമ്യമായ ഭാഷയോടുകൂടി ഇവർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് മതവിരുദ്ധമാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനോടൊക്കെ വലിയ രൂപത്തിൽ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ മുസ്ലിങ്ങളോടുള്ള, അതുപോലെ തന്നെ മതവിശ്വാസത്തോടൊക്കെയുള്ള പുച്ഛ മനോഭാവം, അതിനോടൊക്കെയുള്ള ഒരു പിന്നെ അവരുടെ മനോഭാവം തുറന്നു കാണിക്കുന്ന സംസാരങ്ങളാണ് ഇന്ന് ഇടത് പ്രതിനിധികളുടെ ഭാഗത്ത് പ്രത്യേകിച്ചും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും നോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. ആങ്കർമാരുടെ ഈ പിന്നെ ഒരു നിലപാട് നേരത്തെ പറഞ്ഞത് അത് വെച്ചിട്ടാണ് ഫൗസാൻ തുടങ്ങിയത്. അപ്പം ആങ്കർമാർ പറഞ്ഞു വെച്ചാൽ, ഈ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയും അതിന്റെ സാംസ്കാരികമായി നമ്മുടെ വിയോജിപ്പ്, മതപരമായിട്ടുള്ള വിയോജിപ്പ്, അതുപോലെ തന്നെ നടപ്പിലാക്കിയ രീതിയോടുള്ള വിയോജിപ്പ് ഒക്കെ പറയുമ്പോൾ 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കടവും അതങ്ങനെയാണ്, ഇങ്ങനെയാണോ, നിങ്ങൾക്ക് എന്താ കുഴപ്പം, അതങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ. എന്നിട്ട് മറുഭാഗത്ത് സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെ കഥ പറയാം. ഞാൻ 2 ചർച്ചയിലാണ് ഇന്ന് പങ്കെടുത്തത്. ഒരു ചർച്ചയിൽ റിപ്പോർട്ടർ ചാനൽ, അതിൽ 2 ആളുകളുടെ എനിക്ക് ഇന്ന് കേൾക്കേണ്ടി വന്നത്. ഒന്ന് കാരശ്ശേരിയുടെ പണ്ടത്തെ ടിവിന്റെ കഥ, പിന്നെ മുമ്പരുടെ ഏതൊരു കസിന്റെ വീട്ടിൽ TV കൊണ്ടുവന്ന കഥ, പിന്നെ ഏതൊരു ഉസ്താദിന്റെ കഥ, അങ്ങനെ കുറെ കഥ ഇങ്ങനെ കേട്ടു. അല്ല പിന്നെ പണ്ടത്തെ ഈ കഥകൾ ഇങ്ങനെ കേൾക്കാൻ ഒരു പിന്നെ ഉപ്പാപ്പമാരുടെ അടുത്തൊക്കെ പോയി ഇന്ന് കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കേട്ടിരിക്കാൻ വരും. അതുപോലെ സുഹറാത്തിന്റെ വേറെ കുറെ കഥകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റിപ്പോർട്ടർ ചാനലിൽ സുഹറാത്തിന്റെയും കാരശ്ശേരി മാഷിന്റെയും കുറെ കഥകൾ ഇങ്ങനെ കേട്ടു. ആ കഥകൾ മുഴുവൻ പറയുമ്പോഴും സൂംബയുമായോ ഇപ്പോഴുള്ള പരിഷ്കാരവുമായോ അല്ലെങ്കിൽ ലഹരിയുമായോ ഒരു ബന്ധവും ഇല്ലാത്ത കുറെ കഥകൾ ഇരുന്ന് കേൾക്കാം. നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുമ്പോൾ അതെന്താ ഇതെങ്ങനെ. പിന്നെ ഏഷ്യാനെറ്റിൽ പോയപ്പോൾ പിന്നെ എന്തായിരുന്നു അവരുടെ പേര്, ഏഷ്യാനെറ്റിൽ മറ്റേ സുക്കൂറാക്കാന്റെ കഥ, കുറെ കഥ, സുക്കൂറാക്ക പിന്നെ എന്താ പിന്നെ ഈ പറഞ്ഞതുപോലെ നിക്കാഹ് കഴിച്ച കഥ, പിന്നെ പണ്ട് ടിവിന്റെ കഥ, ഇങ്ങനെ വീണ്ടും കുറെ കഥകൾ. അപ്പൊ ഇങ്ങനെ ഇവരുടെ കഥകളൊക്കെ കേൾക്കാൻ ഇരുന്ന് കേൾക്കാം. ഒരു നിലക്കുള്ള ഇടപെടലിൽ പോലും നടത്താതെ കഥകൾ ഇങ്ങനെ പാപ്പമാരുടെ കഥകൾ, ഉമ്മാമാരുടെ കഥകളൊക്കെ ഇങ്ങനെ ഇത് കേൾക്കാം. എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കൾച്ചറലി അതിനോട് വിയോജിപ്പ്, ഇതൊക്കെ പറയുമ്പോഴേക്ക് അതെന്താ ഇതെങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇടപെടുകയും ചെയ്യും.